ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. കോട്ടയം ജോസ്കോയിലുള്ള ജോസ്കോയുടെ ഒരു ക്രിസ്മസ് പ്രോഗ്രാം, അതാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ക്രിസ്മസ് കരോൾ പോലുള്ള ഒരു പരിപാടിയാണ് അത്. ഞാൻ ചെല്ലുന്നതിന് മുൻപ് അവിടെ ഗാനമേളയൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തൽക്കാലം അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടും ആ ചുറ്റുവട്ടത്തുള്ള ആ മനോഹരമായ ഡിസൈനും കാര്യങ്ങളും കാണിക്കാനായിട്ടാണ് നിങ്ങളെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം ബാക്കിയുള്ള സംസാരിക്കാം. ഓക്കെ. സുഹൃത്തുക്കളെ, ജോസ്കോ നടത്തുന്ന ക്രിസ്മസ് പ്രോഗ്രാമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കോട്ടയത്താണ്. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്രിസ്മസാണ്, ക്രിസ്മസിനെ ചുറ്റുള്ള ഒരു പരിപാടിയാണ്. അപ്പം 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുദേവൻ അദ്ദേഹം കാലിത്തൊഴുത്തിൽ പിറന്ന ഒരു ചടങ്ങാണ് ക്രിസ്മസ്. ആ പെരുന്നാളാണ് അത്. അപ്പം അത് ക്രിസ്ത്യാനികളായ ആളുകളോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല, അവർക്കറിയാവുന്ന കാര്യമാണ്. അല്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് പ്രോഗ്രാം പല സ്ഥലങ്ങളിലും കരോളുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും പല വാർഡുകളിലായിട്ടും പല വീടുകളിലായിട്ടും. അത് കോട്ടയത്തൊന്നുമില്ല, കേരളത്തിൻ്റെ എവിടെയും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിസ്മസ് തുടങ്ങിയിട്ടുണ്ട്. അത് കരോള് പല ദിവസങ്ങളിലായിട്ടാണ്. ചിലപ്പോൾ വാർഡുകളിലായിട്ടാവും, ചിലപ്പോൾ വീടുകളിലാവും, ചിലപ്പോൾ ഓരോ സിറ്റികൾ കേന്ദ്രീകരിച്ചാവും. അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ച ദൃശ്യം കോട്ടയത്തുള്ളതാണ്. കോട്ടയം ജോസ്കോ KK റോഡാണത്. KK റോഡിൽ YMC റോഡ് ജംഗ്ഷൻ്റെ അടുത്ത്, അതായത് KSR സ്റ്റാൻഡിന് പോകുന്ന വഴിക്ക് ആ ജംഗ്ഷനിൽ ജോസ്കോ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുമുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്. അതിൽ ഞാൻ KK റൂട്ടിലുള്ള ആ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. അപ്പം മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം സബ്സ്ക്രൈബ് വളരെ കുറവാണ്. വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആരും ചെയ്യില്ല. വീഡിയോ കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ഓക്കെ. ഈ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, ശരി.